ജാക്കൂട്ടിൻ്റെ നൂലിടുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? എനിക്ക് ഏറ്റവും ടഫായിരുന്നു കേട്ടോ നൂലിടുന്നൊരു കാര്യം. അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ആദ്യം തന്നെ വെള്ള നൂല് മാറ്റി കറുപ്പാക്കണം, ബിക്കോസ് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു നൂലിരിക്കുന്നിടത്തു നിന്നും ആ കാണിച്ച സംഭവമില്ലേ അതിനകത്തുകൂടെ പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിക്കൊണ്ട് വരണം നൂല്. ആൻഡ് സെക്കൻഡ് വൺ ഇതാണ്. ഇത് ഒരു 3 തുളയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തുളയിൽ കൂടെ നമ്മുടെ അടുത്ത് നിന്നും പുറകോട്ട് നൂല് കോർക്കുക. അത് കഴിഞ്ഞ് പുറകിൽ നിന്നും നമ്മുടെ വശത്തേക്ക് നൂല് പിന്നെയും ഫ്രണ്ടിലോട്ട് കോർക്കുക. ഇതാണ് സെക്കൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവനാണ് നമ്മുടെ തേർഡ് വൺ കോർക്കേണ്ട സംഭവം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കോർക്കുക, പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കോർക്കുക. സംഭവം മനസ്സിലായല്ലോ അല്ലേ? അകത്തുനിന്ന് പുറത്തേക്കും പിന്നെ പുറത്തുനിന്ന് വന്ന സാധനം അകത്തേക്കും വലിക്കുക. എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ റൈറ്റ് കൈയുടെ ആ ഭാഗത്തുനിന്ന് ലെഫ്റ്റ് കൈയിലേക്കും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും. പിന്നെ നമ്മുടെ അവിടെ നോർമലി ഒരു ചക്രം പോലെ ഉണ്ട്. അതിൻ്റെ അകത്തുകൂടെ ഈ ഒരു നൂല് കണ്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് അവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിനകത്തുകൂടെ കയറ്റി ആ ഒരു എല്ല് പോലെ ഇരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ കയറ്റി നമ്മൾ ഈ ഒരു ലോക്കിനകത്തൂടെ എടുത്തുകൊണ്ട് വരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നേരെ ഞാൻ പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരുന്നുണ്ടേ. ആ ഒരു കമ്പിക്കകത്തൂടെ കയറ്റി താഴോട്ട് ഇറക്കി ആ ഒരു എല്ല് പോലത്തേനകത്തൂടെ കയറ്റിയിട്ട് ഈ ഒരു നോക്കിനകത്തൂടെ കയറ്റി നൂല് കൊണ്ടുവരണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മെഷീനും കാണുന്ന പോലെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഈ സാധനം ഇതിൻ്റെ അവിടുന്ന് റൈറ്റ് കൈയുടെ അടുത്ത് നിന്നും ലെഫ്റ്റിലേക്ക് കോർക്കണം. അങ്ങനെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി സെറ്റാണ്. ആൻഡ് പിന്നെ നമ്മൾ ആ നൂലിങ്ങനെ വലിച്ചെടുത്തിട്ട് പിന്നെ ഇതാണ്ടേ ഇവിടെ ഒരു 2 സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ താഴെയായിട്ടൊരു 2 നോക്ക് കണ്ടോ, അതിനകത്തൂടെ അങ്ങനെ ചുമ്മാ ഒന്ന് വലിച്ചു വിട്ടാൽ മതി, അതിനകത്തൂടെ കയറിക്കോളും. അപ്പോൾ ഇത്രയും പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ താഴെ നമ്മുടെ സൂചിയുടെ അവിടെയായിട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്, അതിനകത്തൂടെയും കൂടെ കയറ്റി കൊടുക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. മെഷീനുള്ളവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് എളുപ്പമായിരിക്കും. ആൻഡ് മെഷീൻ മേടിക്കാൻ പോകുന്നവരും കൂടെ ഇതൊന്ന് കണ്ടു വെച്ചോ കേട്ടോ. പിന്നെ നോർമലി നമ്മൾ സൂചിയെ നൂല് കോർക്കുന്ന അറിയാലോ, അതുപോലെ തന്നെ ചെയ്യുക. ആൻഡ് ഇത്രയും പരിപാടിയേ ഉള്ളൂ. എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ പിന്നെ നമുക്ക് ടൈമും കുറവാണല്ലോ ഷോർട്സ് ആയിട്ട് ഇടുമ്പം, അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതാണ്ട് ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ ഇതിനകത്തൂടെ പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കയറ്റുക. പിന്നെ സെക്കൻഡ് ഇതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇത് വട്ടം ചുറ്റി ആ ഒരു കമ്പിയെ കൂടെ കയറ്റി ആ എല്ല് പോലത്തെ സാധനത്തിൽ കൂടെ ഇറങ്ങി വേണം നമ്മൾ മണ്ടയിലോട്ട് വരാനായിട്ട്. ആൻഡ് മണ്ടയിൽ കൂടെ വന്ന് ഈ ഒരു അകത്തുകൂടെ കയറ്റി അപ്പർ സൈഡ് ഇറക്കി ആൻഡ് ഈ 2 നോക്കി കൂടെ കയറ്റുക. ആൻഡ് സൂചിയുടെ അവിടെയുള്ള ആ സാധനത്തിൽ കയറ്റുക. ആൻഡ് നമ്മുടെ സൂചിയെ കോർക്കുക. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.